ജമ്മു കാശ്മീരിലെ കിഷ്ത്വർ മേഘവിസ്ഫോടനത്തിൽ മരണസംഖ്യ 40ആയി. മരിച്ചവരിൽ 2 CISF ജവാന്മാർ ഉൾപ്പെട്ടിട്ടുണ്ട്. 120 പേർക്ക് പരിക്കേറ്റുവെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട്. ഡൽഹിയിൽ നിന്നും അജീഷ് ജയകുമാർ തത്സമയം ചേരുന്നു. അജീഷ്, കൂടുതൽ വിവരങ്ങൾ എന്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ കാര്യത്തിൽ? എന്തായാലും മരണസംഖ്യ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. തുടക്കത്തിൽ 12 പേരായിരുന്നു, ഇപ്പോൾ 40 പേർ മരിച്ചുവെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. 120-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോഴും ഈ സ്ഥലത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ദുരിത പ്രതികരണ സേനയും ഒപ്പം സൈന്യവും സംയുക്തമായി ചേർന്നാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. 2 CISF ജവാന്മാരും ഈ സംഘത്തിൽ മരിച്ചവരിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അവിടുത്തെ ഒരു തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ആളുകൾ ഒത്തുകൂടിയിരുന്നൊരു സ്ഥലമാണ്. ആ തീർത്ഥാടന യാത്രയ്ക്കായി എത്തിയ ആളുകളാണ് ഈ ഒഴുക്കിൽപ്പെട്ടവരിൽ ഏറെയും. അവിടെ ഒരു സമൂഹ അടുക്കള ഈ തീർത്ഥാടകർക്കായി പ്രവർത്തിച്ചിരുന്നു. സമൂഹ അടുക്കളയിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയം ഉണ്ടായത്. അവിടെ ഉണ്ടായിരുന്ന ആളുകളടക്കം ഒഴുകിപ്പോയി. ഏതാണ്ട് 200-ലധികം ആളുകൾ ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ടാകാമെന്നാണ് ഒരു പ്രാഥമിക നിഗമനം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മുകശ്മീരിൽ ലഫ്റ്റനന്റ് ജനറലിനെയും ലഫ്റ്റനന്റ് ഗവർണറെയും അവിടുത്തെ മുഖ്യമന്ത്രിയും ഫോണിൽ വിളിച്ച് സംസാരിച്ചു. അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തി. കൂടുതൽ ആളുകളെ ദുരിതകർമ്മ സേനാംഗങ്ങളെ അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനവും രാത്രിയിലും പുരോഗമിക്കുകയാണ്. പക്ഷേ പ്രതികൂല കാലാവസ്ഥ കാരണം വ്യോമമാർഗം ഇവരെ ആശുപത്രികളിലേക്ക് എത്തിക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഇപ്പോഴും ആ പ്രദേശത്ത് ശക്തമായ മഴ തുടരുന്നുണ്ട്. മാത്രമല്ല ഏറ്റവും ഉള്ളിലുള്ളൊരു ഗ്രാമം കൂടിയാണ് ഈ ചുസ്തി എന്ന് പറയുന്ന സ്ഥലം. അതുകൊണ്ട് തന്നെ അവിടുന്ന് ആളുകളെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് എത്തിക്കുന്നത് വളരെ ഏറെ ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ്. പക്ഷേ കൂടുതൽ സേനാംഗങ്ങൾ അവിടെ എത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട്. കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ അടക്കം രക്ഷപ്പെടുത്തി പുറത്തേക്ക് എത്തിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഡൽഹിയിലും ശക്തമായ മഴ തുടരുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് പുറത്തു വന്നൊരു വിവരം, വൈകിട്ട് 4:45 ഡൽഹിയിലെ വസന്തി വിഹാറിൽ അവിടെ ഒരു അപകടമുണ്ടായിരിക്കുന്നു. അവിടെ ഒരു മതിൽ തകർന്നു വീണ് 2 കുട്ടികൾ മരിച്ചു എന്നാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. 9ഉം 10ഉം വയസ്സുള്ള 2 കുട്ടികളാണ്. ബീഹാറിലെ മധുബാനി, ബെഗുസറായ് ഈ സ്വദേശികളാണ് ഈ മരിച്ചത്. ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ മതിലാണ് ഇടിഞ്ഞു വീണ് അതിന്റെ വശത്ത് ഉണ്ടായിരുന്ന കുട്ടികളുടെ മുകളിലേക്ക് വീണ് 2 കുട്ടികൾ തത്സമം മരിച്ചത്. അവിടെ ഈ കനത്ത മഴയെ തുടർന്ന് വെള്ളക്കെട്ടും രൂപപ്പെട്ടിരുന്നു. എന്തായാലും ദാരുണമായ സംഭവമാണ് ഡൽഹിയിലും സംഭവിച്ചിരുന്നത്. ഡൽഹിയിൽ ഇന്ന് ഉച്ചയ്ക്ക് ഒരു അപകടം സംഭവിച്ചിരുന്നു. അവിടെ ഈ കൽക്കാജി മേഖലയിൽ അവിടെ റോഡിലൂടെ പോയിക്കൊണ്ടിരുന്ന ഒരു ബൈക്ക് യാത്രികന്റെ മുകളിലേക്ക് കൂറ്റൻ മരം കടപുഴകി വീണു. ബൈക്ക് യാത്രികൻ മരിക്കുകയുണ്ടായി. എങ്ങനെ ഉത്തരേന്ത്യയിൽ കനത്ത നാശം വിതച്ച് പേമാരി തുടരുകയാണ്.